ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ നാളുകളായല്ലേ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞങ്ങൾ മൂന്നാറിലേക്ക് ഒരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി മങ്കീസിനെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞങ്ങൾ ഡിസംബർ ടൈമിലും പിന്നെ ഈ സമ്മർ ടൈമിലും 2 പ്രാവശ്യമായിട്ട് മൂന്നാറിലേക്ക് പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നമ്മൾ ആദ്യം കാണുന്നത് വിൻ്റർ ടൈമിലെ വീഡിയോസാണ്. അപ്പം നമ്മൾ സൈഡ് വ്യൂ ഒക്കെ കണ്ട് വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ നല്ല വ്യൂസൊക്കെ കാണുമ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പം പോകുന്നത് മൂന്നാറിലെ ഒരു റിസോർട്ടിലേക്കാണ്. പോകുന്ന വഴി നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കാനായിട്ടൊന്ന് ഇറങ്ങി ടോപ്പ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു റിസോർട്ടിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നത്. ഇതൊരു ഡാമാണ്. അതിൻ്റെ ആ ഭാഗത്തെത്തിയപ്പോഴത്തേക്ക് കുറച്ചൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഈ ടൈമിൽ നല്ല ഭംഗിയാണ് മൂന്നാർ കാണാനായിട്ട്. നല്ല തളിരിലകളും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് മൂന്നാർ. നോക്കിയേ, ടീ ലീവ്സിൻ്റെ ഒക്കെ കളറ് കണ്ടോ. ഇത് നമ്മൾ റിസോർട്ടിലേക്കുള്ള റോഡാണ്. അപ്പോൾ അതൊരു കുറച്ച് ഭാഗം ഓഫ് റോഡാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നതിൻ്റെ ആ ഒരു കുറച്ച് ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും ക്യാമറയിൽ. ഇതാണ് നമ്മളുടെ റിസോർട്ട്. അങ്ങനെ റിസോർട്ടിലെത്തി. ഇനി നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. Start. Stop copying like this. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സായിട്ട് നിറഞ്ഞു നിൽക്കുമായിരുന്നു ഈ റിസോർട്ട്. അവർ നല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒക്കെ നല്ല ഭംഗിയായിട്ടായിരുന്നു. ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന റൂം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റൂം ടൂറ് കാണാം.
നൈറ്റായപ്പം വേറൊരു ലുക്ക് തന്നെയായി റിസോർട്ടിൻ്റെത്. നല്ല ഭംഗിയായിട്ടായിരുന്നു അവർ ലൈറ്റ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരുന്നത്. നൈറ്റ് ആയപ്പോഴത്തേക്ക് അവരൊരു ബാർബിക്യൂ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പം പോകുന്നത്. പോഞ്ഞു പോയോ?
അവിടുത്തെ ചെടികളൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയായിട്ട് വയ്യായിരുന്നു. എൻ്റെ ആക്രാന്തത്തെ അമർത്താൻ കഴിയില്ലാത്തത് കൊണ്ട് ഞാൻ അവിടുത്തെ ഗാർഡൻ ചേട്ടനോട് 2 റോസയുടെ തൈയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ്, ഷെയ്ഡ് വാത്സത്തിൻ്റെ തൈയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ കാറിൽ കയറിയത്. അവരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാൾ വന്ന് താമസിക്കുന്നത്. ഇത് നോക്കിയാൽ റോസയിലെ ഫ്ലവേഴ്സൊക്കെ നോക്കിയാൽ അല്ലു എനിക്ക് രാവിലെ കോഫിയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അവൻ അച്ചാച്ചയ്ക്കും ഇട്ട് കൊടുത്തു. അങ്ങനെ മോർണിംഗ് വ്യൂ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇതാ കാണുന്നതാണ് ടോപ്പ് സ്റ്റേഷൻ. ഇവിടെ വെച്ച് അച്ഛനൊരു ഫ്രണ്ടിനെ കിട്ടിയായിരുന്നു. അപ്പം അവരുമായിട്ട് ഒരു ബൈ ഒക്കെ പറഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. നമ്മൾ നേരെ അതിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ് വട്ടവട ഫോറസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മളിങ്ങനെ ജസ്റ്റ് വണ്ടി ഓടിച്ചൊന്ന് പോവുകയാണ്. അപ്പോഴങ്ങനെ ചെന്നപ്പോഴത്തേക്കാണ് സ്ട്രോബെറി ഗാർഡൻ കാണാനായിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കുറേ പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്ട്രോബെറി ഗാർഡൻ കാണാനായിട്ട് പോയി. അപ്പോൾ ഒരു ചേട്ടനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് കുറച്ച് ദൂരം വരെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. പിന്നെ നടന്നു പോകണമായിരുന്നു. ചെറിയ ഇടുങ്ങിയ വഴി, സൈഡിലെല്ലാം വെള്ളം ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അങ്ങനെ നമ്മൾ നടന്നു പോയി. കുറച്ച് റിസ്കി റോഡായിരുന്നു, എങ്കിലും നല്ല രസമായിരുന്നു. അങ്ങനെ പോയി. ചേട്ടൻ്റെ ഓൺ ഹൗസായിരുന്നു. അപ്പോൾ അവിടെ സ്ട്രോബെറിയൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്ട്രോബെറി പറിച്ച് നമുക്ക് തരുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. അങ്ങനെ അച്ചു ഇറങ്ങി പറിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മളവിടെ പല്ലൂസിന് ഇഷ്ടപ്പെട്ട ആനിമൽസിനെ ഒക്കെ കാണാൻ പറ്റി. അവിടെ ഒരു ആട്ടുകുട്ടിയൊക്കെ കണ്ട് അതിനെയൊക്കെ പിടിച്ചുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ആ സ്ഥലവും കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുവാണ്. ഇതോടുകൂടി നമ്മുടെ വിൻ്റർ ടൈമിലെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സമ്മർ ടൈമിൽ പോയതിൻ്റെ ട്രിപ്പാണ് കാണുന്നത്.
പിടിക്കാൻ നോക്കും നമ്മൾ. അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് കാണുമ്പോഴത്തേക്ക് ലീഫിലൊക്കെ കൂടി ചെളി മഴക്കണം. ഭയങ്കര പച്ച കൊള്ളാം. പക്ഷേ ഞങ്ങളുടെ ശത്രുവിന് മാരിയമ്മന്റെ മുന്നിൽ വെച്ച് കഴുത്ത് നിർത്തില്ലേ? അല്ല പക്ഷേ ഇത് നമ്മളെ ആലപ്പുഴയിലൊക്കെ പോകുമ്പോൾ തോന്നിയിട്ടുണ്ടല്ലോ ഇതൊക്കെ. നമ്മൾ ഫസ്റ്റ് പോകുന്നത് വട്ടവട ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ, ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന റൂംസ് നമുക്ക് ബുക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ബ്രഹ്മസനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൗകര്യങ്ങളോട് കൂടിയ റൂംസാണ്. പക്ഷേ നമുക്ക് ആനിമൽസിനെയൊക്കെ അതിൻ്റെ മുറ്റത്ത് വരും, കാട്ടുപോത്തൊക്കെ വരും എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. ഒരു മിനിറ്റ് അപ്പുറത്തായി നോക്കണേ. അത് നോക്ക്. ബിസ്ക്കറ്റ് ഉണ്ടോ? ഒരു മിനിറ്റ്, ബിസ്ക്കറ്റ് ഉണ്ടോ? ആ കൊടു. വേണ്ട വേണ്ട എന്തിനാ അപ്പോൾ പോകുന്ന വഴി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ യാത്ര പോവുകയാണ്. ഇതാ ഈ കാണുന്നതാണ് നമ്മളെടുത്തിരിക്കുന്ന റൂംസ്. എന്തേത്? നല്ല ഭംഗിയായിരുന്നു. അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. മക്കൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കാനൊക്കെ പോയി. അപ്പം നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡൊക്കെ അവിടെ കരുതത്തുള്ളൂ അവർ. അന്നേരം നമുക്കിപ്പം നോൺ വെജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്താൽ അവർ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ കൊടുത്തു. ടൈഗർ അടിച്ച Oh my! Okay, this is nice. I did that. I think Chacha. Oh my god. Oh my god, lots of wood is gone. Except some of നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന, നമ്മൾ ഉറക്കളച്ച് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർ ഇതാ എത്തിയിട്ടുണ്ട്. ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. ഗസ്റ്റ് നമ്മളാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എപ്പോഴും വരുന്നവരാണ്. അപ്പം നമുക്ക് അവരെ ഒന്ന് കാണാം. ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല ഈ സമ്മർ ടൈമിൽ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ
ജാക്കറ്റൊന്നും കാര്യമായിട്ടുള്ളതൊന്നും എടുത്തില്ല. സാധാരണ ജാക്കറ്റൊക്കെ എടുത്താലും വലിയ യൂസൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ 5 ഡിഗ്രീസ് ആയിരുന്നു തണുപ്പ്. പ്രതീക്ഷിക്കാത്ത തണുപ്പും റൂമിനകത്ത് ഹീറ്ററോ വെള്ളത്തിന് ഹീറ്ററോ ഒന്നുമില്ലാതെ സാധാരണ ഒരു വീട്ടിലെത്തിയ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായി പാടുപെട്ടു നമ്മൾ. എങ്ങാനും വന്നാലോ കൊമ്പ് കൊണ്ടോടാ, നീ ഇനി പുറത്തേക്ക് വാ. എനിക്ക് പേടിയാ. ആണോ? ചുമപ്പൊന്നും എടുത്തോണ്ട് ലെഫ്റ്റ് ഒക്കെ ഉണ്ട്. ആണോ? ഉണ്ടോ? അത് ശരി. എല്ലാരും കുഞ്ഞുങ്ങള് അവരൊന്നും കാണത്തില്ല. എനിക്ക് എൻ്റെ ഫോണിൽ കാണുന്നില്ല. ഇമാശം എനിക്ക് പേടിയുണ്ട്. നീ പോയാലും എല്ലാരും ഉണ്ട്. ഹായ്, It's breathing out. See the mist and all. അങ്ങോട്ട് നോക്കിയേ. എടോ, മ്ലാവും കൂടി ഇങ്ങോട്ടൊന്ന് വന്നിരുന്നേ. മ്ലാവ് എത്തില്ല. ഒന്ന് വിളിച്ചോണ്ട് വരുമോ പ്ലീസ്? കഴിഞ്ഞോ? എങ്ങനെയുണ്ട് സൈസ്? എൻ്റെ ഇത് ഇതിനെക്കാട്ടിലുമാണ് വേറെ ഞാൻ കാണിച്ചത്. അടുത്ത പോസിങ്, അടുത്ത മോഡൽ വരുന്നു. ഈ മോഡൽസിന്റെ റാംബോക്ക്. ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല ഈ സമ്മർ ടൈമിൽ ഇത്രയും തണുപ്പുണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജാക്കറ്റൊന്നും കാര്യമായിട്ടുള്ളതൊന്നും എടുത്തില്ല. സാധാരണ ജാക്കറ്റൊക്കെ എടുത്താലും വലിയ യൂസൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ 5 ഡിഗ്രീസ് ആയിരുന്നു തണുപ്പ്. പ്രതീക്ഷിക്കാത്ത തണുപ്പും റൂമിനകത്ത് ഹീറ്ററോ വെള്ളത്തിന് ഹീറ്ററോ ഒന്നുമില്ലാതെ സാധാരണ ഒരു വീട്ടിലെത്തിയ പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കരമായി പാടുപെട്ടു നമ്മൾ. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്ത് രാവിലെ അവിടുന്ന് പുറപ്പെട്ടു. നമ്മൾ മൂന്നാറിന് താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഇനി അടുത്ത് കയറുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണാം. നമ്മൾ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ റൂം ടൂറാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് മക്കളുടെ റൂം.
ഇത് ഡിന്നർ ടൈമാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൗട്ട് ചെയ്യുവാണ്. അങ്ങനെ മനോഹരമായ ഒരു വെക്കേഷൻ ട്രിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈ. നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു. ബൈ.